ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. മഹാസ്കന്ദഷഷ്ടിയാണ് വരാൻ പോകുന്നത്. ഈ മാസം 27-ാം തീയതിയാണ് സ്കന്ദഷഷ്ടിയായി ആചരിക്കുന്നത്. സ്കന്ദഷഷ്ടിയുടെ മുന്നോടിയായിട്ട് ആളുകൾ വ്രതമെടുക്കാറുണ്ട്. 48 ദിവസം വ്രതമെടുക്കുന്ന ആളുകളുണ്ട്, 7 ദിവസം വ്രതമെടുക്കുന്ന ആളുകളുണ്ട്, 21 ദിവസം വ്രതമെടുക്കുന്ന ആളുകളുണ്ട്. എങ്ങനെയാണോ നമുക്ക് എടുക്കാൻ സാധിക്കുന്നത് അങ്ങനെ നമുക്ക് വ്രതമെടുക്കാം. അതല്ല, ഒരു ദിവസമേ എടുക്കാൻ സാധിക്കുന്നുള്ളൂ എങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇത്തവണ നമ്മൾ 27-ാം തീയതി സ്കന്ദഷഷ്ടിയായി ആചരിക്കുകയും 22-ാം തീയതി മുതൽ വ്രതാനുഷ്ഠാനങ്ങൾ തുടങ്ങുകയും ചെയ്യും. അങ്ങനെ വരുമ്പോൾ 7 ദിവസത്തെ ആ വ്രതമാണ് ഇവിടെ പൊതുവായി ക്ഷേത്രങ്ങളിൽ അനുഷ്ഠിക്കുന്നത്. വ്രതം നമുക്ക് 7 ദിവസം അനുഷ്ഠിച്ചാലും തെറ്റില്ല. പക്ഷേ 21 ദിവസം അതിനു മുന്നോടിയായിട്ട് നിങ്ങൾ സുബ്രഹ്മണ്യ ഭജനം ചെയ്ത് കഴിച്ചു കൂട്ടിയാൽ അത് വളരെ വളരെ ശ്രേഷ്ഠമാണ്. അങ്ങനെ 21 ദിവസം സുബ്രഹ്മണ്യ ഭജനം ചെയ്ത് കഴിച്ചു കൂട്ടാൻ ആഗ്രഹിക്കുന്ന ആളുകൾ എല്ലാവരും തന്നെ ഈ മാസം 7-ാം തീയതി മുതൽ സുബ്രഹ്മണ്യ ഭജനം ചെയ്തു കൊള്ളുക. 21 ദിവസം നിങ്ങൾക്ക് നോൺ വെജ് ഉപേക്ഷിച്ചിട്ട് സുബ്രഹ്മണ്യ ഭജനം ചെയ്യാം. അതല്ലെങ്കിൽ 7 ദിവസം നോൺ വെജ് ഉപേക്ഷിച്ചിട്ട് വ്രതാനുഷ്ഠാന രീതിയിൽ വ്രതം എടുക്കാം. ബാക്കി ദിവസങ്ങൾ നിങ്ങൾക്ക് നോൺ വെജ് ഒഴിവാക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ നോൺ വെജ് കഴിക്കുക. പക്ഷേ കുളിച്ച് ശുദ്ധമായിട്ട് ഭഗവാനെ പ്രാർത്ഥിക്കുക. നമ്മുടെ ഇഷ്ടം. ഓരോ മനുഷ്യർക്കും ഓരോ താല്പര്യങ്ങളായിരിക്കും, ഓരോ സ്വഭാവ രീതികളായിരിക്കും. ചിലർക്ക് നോൺ വെജ് ഒഴിവാക്കിക്കൊണ്ട് ജീവിക്കുന്നത് ബുദ്ധിമുട്ടായിരിക്കും, ചിലർക്ക് അതൊരു പ്രശ്നമേ അല്ലായിരിക്കും. അങ്ങനെ ഓരോരോ സാഹചര്യങ്ങളാണല്ലോ. മനുഷ്യൻ വ്യത്യസ്ത സ്വഭാവത്തിൽപ്പെട്ടവരാണ്. പക്ഷേ എത്ര വ്യത്യസ്ത സ്വഭാവത്തിൽപ്പെട്ടവരായാലും ഏതു സാഹചര്യത്തിൽപ്പെട്ടവരായാലും ഒരു 10 മിനിറ്റ് കുളിച്ച് ഭഗവാനെ പ്രാർത്ഥിക്കുന്നതിൽ നിന്നും മാറരുത്, അത് ഒഴിവാക്കരുത്. കാരണം നമ്മുടെ കർമ്മദോഷങ്ങൾ മുഴുവനും മാറ്റി ഒരിക്കലും സാധിക്കുകയില്ല, ഈ ജന്മത്ത് എന്നെ കൊണ്ട് അതിന് സാധിക്കുകയില്ല എന്നു കരുതുന്ന കാര്യങ്ങൾ പോലും മഹാജ്യോതിഷിയായ വേലായുധ സ്വാമിക്ക് മാറ്റിമറിക്കുവാൻ സാധിക്കും. കാരണം മഹാജ്യോതിഷിയാണ് വേലായുധ സ്വാമി. നമ്മുടെ തലയിലെഴുത്ത് മാറ്റി എഴുതാൻ കെൽപ്പുള്ള ആളാണ് വേലായുധ സ്വാമി. നമ്മുടെ കർമ്മദോഷങ്ങൾ, ജന്മദോഷങ്ങൾ, കുടുംബദോഷങ്ങൾ, മുൻജന്മദോഷങ്ങൾ ഇവയെല്ലാം മാറ്റി സ്വസ്ഥവും സമാധാനവും ഐശ്വര്യപൂർണവുമായ ഒരു ജീവിതം നമുക്ക് ലഭിക്കുന്നതിന് വേലായുധ സ്വാമിയെ നിർബന്ധമായും എല്ലാവരും ഭജിക്കണം. എല്ലാ മാസവും ഷഷ്ടിവ്രതം പലരും എടുക്കുന്നുണ്ട്. അങ്ങനെ എടുക്കാത്ത ആളുകൾക്ക് എടുക്കാൻ പറ്റുന്ന ഒരു വ്രതമാണ് ഇനി വരാൻ പോകുന്ന സ്കന്ദഷഷ്ടി. ചിലർ വർഷത്തിൽ ഒരു ഷഷ്ടി മാത്രം എടുക്കും. അവരെടുക്കുന്ന വ്രതമാണ് ഈ മഹാസ്കന്ദഷഷ്ടി വ്രതം. എല്ലാ മാസവും സ്കന്ദഷഷ്ടി വരും. സ്കന്ദൻ എന്ന് പറയുന്ന ആരാണ്? മുരുകനാണ്. എല്ലാ മാസവും ഉണ്ട് സ്കന്ദഷഷ്ടി. പക്ഷേ മഹാസ്കന്ദഷഷ്ടി അത് വർഷത്തിൽ ഒന്ന് മാത്രമേ ഉള്ളൂ. അതാണ് ഇപ്പോൾ വരാൻ പോകുന്നത്. ചിലർ അത് മാത്രമാണ് എടുക്കുന്നത്. ശൂരപത്മാസുര വധവുമായി ബന്ധപ്പെട്ടാണ് ഈ ഷഷ്ടിവ്രതം ആചരിക്കുന്നത്. ഭഗവാൻ ജനിച്ചതു തന്നെ, ഭഗവാൻ അവതരിച്ചതു തന്നെ ശൂരപത്മാസുരനെ വധിക്കുന്നതിന് വേണ്ടിയിട്ടാണ്.
അതിനുശേഷം അതായത് 27-ാം തീയതി ശൂരപത്മാസുര വധം, 28-ാം തീയതി ഭഗവാന്റെ തിരുക്കല്യാണം. അങ്ങനെയാണ് അനുഷ്ഠാനങ്ങൾ പോകുന്നത്. ഷഷ്ടിവ്രതം എടുക്കുന്നത് എങ്ങനെയാണ് എന്ന് എല്ലാവർക്കും അറിയാം. ഓരോരുത്തരും ഓരോ രീതിയിലാണ് എടുക്കുന്നത്. കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണ പദാർത്ഥങ്ങൾ ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോൺ വെജ്, സ്വാഭാവികമായും നോൺ വെജ് ഒഴിവാക്കണം. ഉഴുന്നു ചേർന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ, പപ്പടം ഒഴിവാക്കണം. ഇഡ്ഡലി, ദോശ, ഉഴുന്നുവട അങ്ങനെയുള്ള ഉഴുന്നു ചേർന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ. ഈ ജിലേബിയൊക്കെ കഴിക്കുവാണെങ്കിൽ ജിലേബിയിൽ ഉഴുന്നുണ്ട്. ബേക്കറി സാധനങ്ങളൊക്കെ ഒഴിവാക്കണം. കഴിവതും നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ അതായിരിക്കണം കഴിക്കേണ്ടത്. ചായയും കാപ്പിയും കുടിക്കാം, ഓരോ ഗ്ലാസ് കുടിക്കാം, കുടിക്കാതിരിക്കാം, നിങ്ങളുടെ ഇഷ്ടം. ചിലര് ഏത്തപ്പഴം കഴിക്കില്ല. കാരണം ഏത്തപ്പഴം ഒരു പൂർണ്ണ ഭക്ഷണമാണ് എന്നാണ് വിശ്വസിക്കുന്നത്. ഏത്തപ്പഴം പലരും ഒഴിവാക്കുന്നതായി കണ്ടിട്ടുണ്ട്. പിന്നെ വാളൻപുളി ഒഴിവാക്കും. അതിനു പകരം നാരങ്ങ നീരാണ് ചേർക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് ഒരു നേരം ചോറാണ് കഴിക്കുന്നത് എന്ന് വെക്കുക. ചോറിന് ചമ്മന്തി വേണം, അങ്ങനെ ഉണ്ടെങ്കിൽ തേങ്ങ അരച്ച് ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ തേങ്ങയും മുളകും ഒക്കെ ചേർത്ത് നമ്മൾ ചമ്മന്തി ഉണ്ടാക്കുക. അതിൻ്റെ പുളിക്ക് ആവശ്യമായിട്ട് നാരങ്ങ നീര് അതാണ് ചേർക്കുന്നത്. ചിലര് വെറും മുളക് പൊടി മാത്രം ചേർത്ത് കഴിക്കും. നമ്മുടെ ഇഷ്ടം. ചിലര് നാരങ്ങ നീര് ഒഴിച്ചിട്ട് പച്ചമുളക് കൂട്ടി കഴിക്കും. ഉപ്പ് ചേർത്ത് കഴിക്കുന്നവരുണ്ട്, ഉപ്പ് ചേർക്കാതെ കഴിക്കുന്നവരുണ്ട്. ഉള്ളി, വെളുത്തുള്ളി ഇതൊന്നും ഉപയോഗിക്കത്തില്ല. പഴയ അച്ചാറുകൾ അതൊന്നും ഉപയോഗിക്കത്തില്ല. സാധാരണ ചിലർ പറയും വ്രതം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ, അതായത് നമ്മൾ 22-ാം തീയതി 7 ദിവസത്തെ വ്രതമാണ് അനുഷ്ഠിക്കുന്നതെങ്കിൽ അന്ന് നമ്മൾ തീർത്ഥം സേവിച്ച് വ്രതം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വ്രതം അവസാനിക്കുമ്പോൾ മാത്രമേ തീർത്ഥം സേവിക്കാറുള്ളൂ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ട്. ചിലര് എല്ലാ ദിവസവും രാവിലെ തീർത്ഥം സേവിച്ചിട്ടാണ് അവരുടെ ആ ദിവസം തുടങ്ങുന്നത്. അങ്ങനെയുമുണ്ട്. ഇതിലൊന്നും തെറ്റില്ല. മഹാക്ഷേത്രങ്ങളിൽ പഞ്ചഗവ്യം എന്ന് പറഞ്ഞ ഒരു തീർത്ഥമുണ്ട്. അതായത് പശുവിൻ്റെ 5 പദാർത്ഥങ്ങൾ ചേർന്നിട്ടുള്ള ഒരു പ്രസാദമാണ് പഞ്ചഗവ്യം. പഞ്ചഗവ്യം സേവിച്ചിട്ട് എല്ലാ ദിവസവും വ്രതം തുടങ്ങുന്ന ക്ഷേത്രങ്ങളുമുണ്ട്. അതിന് ഏറ്റവും ഉത്തമമായ ക്ഷേത്രമാണ് ഹരിപ്പാട് വേലായുധ സ്വാമി ക്ഷേത്രം. ദക്ഷിണ പളനി എന്നറിയപ്പെടുന്ന ഹരിപ്പാട് വേലായുധ സ്വാമി ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും സ്കന്ദഷഷ്ഠി വ്രതം എടുത്ത് കാവടി ആടുന്ന എല്ലാവരും തന്നെ രാവിലെ പഞ്ചഗവ്യം സേവിച്ചിട്ടാണ് അവരുടെ വ്രതം തുടങ്ങുന്നത്. ഷഷ്ടിവ്രതം എടുക്കുന്ന ആളുകളും എല്ലാ ദിവസവും രാവിലെ പോയി പഞ്ചഗവ്യം സേവിക്കാറുണ്ട്. അതുകൊണ്ട് ഇന്നതാണ് ശരി, ഇന്നതാണ് തെറ്റ് എന്ന് പറയാൻ സാധിക്കുകയില്ല. ദേശാന്തരങ്ങൾക്കനുസരിച്ചിട്ട് വ്യത്യാസങ്ങളുണ്ട്. മനുഷ്യൻ എന്തനുഷ്ഠിച്ചാലും ശ്രദ്ധയോടുകൂടി ഭക്തിയോടുകൂടി ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം. അല്ലാതെ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടുക എന്നുള്ളത് അത്ര ശരിയായ കാര്യമല്ല. ഇനി ആഹാരം, ചിലര് ഈ 7 ദിവസവും ഒരു നേരം മാത്രം ക്ഷേത്രത്തിൽ നിന്ന് കിട്ടുന്ന ചോറ് അത് കഴിക്കും. ബാക്കി 2 നേരവും ചിലര് ഒന്നും കഴിക്കില്ല. ചിലര് 3 നേരവും കഴിക്കും. അതായത് ഉച്ചയ്ക്ക് ക്ഷേത്രത്തിൽ നിന്നും കിട്ടുന്ന ചോറ് കഴിക്കും, രാവിലെ എന്തെങ്കിലും പഴവർഗ്ഗങ്ങൾ കഴിക്കും, വൈകുന്നേരം ഗോതമ്പോ റാഗിയോ അങ്ങനെ എന്തെങ്കിലും കഴിക്കും. ഗോതമ്പ് പുട്ട് അത് പഴം കൂട്ടി കഴിക്കും, അല്ലെങ്കിൽ റാഗിയുടെ പുട്ട് അത് പഴം കൂട്ടി കഴിക്കും, അങ്ങനെ എന്തെങ്കിലും കഴിക്കും. ചിലര് പഴവർഗ്ഗങ്ങൾ മാത്രം കഴിച്ചിരിക്കും. ഓരോരുത്തരുടെ ശാരീരിക അവസ്ഥ അനുസരിച്ചിട്ട്, അവരുടെ സാഹചര്യം അനുസരിച്ചിട്ട് അവരുടെ വ്രതത്തെ ക്രമീകരിക്കുക. എങ്ങനെ എടുത്താലും എന്തു ചെയ്താലും ശുദ്ധമായ മനസ്സോടുകൂടി സർവേശ്വരനെ പ്രാർത്ഥിച്ചിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതുകൂടാതെ തന്നെ ഭഗവാന്റെ കഥകൾ കേൾക്കുക.
ഭഗവാനെ പ്രാർത്ഥിക്കുക. അതാണ് ഏറ്റവും പ്രധാനമായി നമ്മൾ ഓർക്കാനുള്ളത്. നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ഈ മാസം 7-ാം തീയതി മുതൽ സസ്യാഹാരത്തിലിരുന്ന് സർവേശ്വരനെ പ്രാർത്ഥിക്കുക. 21 ദിവസം പൂർണ്ണമായ വ്രതത്തിൽ ഇരിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ 7 ദിവസം പൂർണ്ണമായ വ്രതത്തിൽ ഇരുന്നിട്ട് ബാക്കിയുള്ള ആ 21 ദിവസം ഉണ്ടല്ലോ, അതായത് 7-ാം തീയതി മുതൽ 27-ാം തീയതി വരെയുള്ള ആ ദിവസങ്ങൾ പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുക. അത്രയും ദിവസവും ഭഗവാന്റെ കഥകൾ കേൾക്കുക. അതാണ് പ്രധാനമായും ചെയ്യാനുള്ളത്. സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര ദർശനം നടത്തുക. നമ്മുടെ ദോഷങ്ങൾ മാറാനായി നമ്മളെ കൊണ്ട് സാധിക്കുന്ന രീതിയിലുള്ള വഴിപാടുകൾ ഭഗവാന് സമർപ്പിക്കുക. ഭഗവാന് അഭിഷേകം ചെയ്യാനായി കൊടുക്കുക. നമ്മുടെ ഇഷ്ടം എന്താണോ അഭിഷേകം ചെയ്യാനായി നമ്മൾ ആഗ്രഹിക്കുന്നത്, ആ പദാർത്ഥം കൊണ്ട് ഭഗവാന് ഒരു അഭിഷേകം ചെയ്യാനായി കൊടുക്കുന്നത് വളരെ വളരെ ശ്രേഷ്ഠമാണ്. മഞ്ഞപ്പട്ട് ഭഗവാന് സമർപ്പിക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ്. മഞ്ഞ നിറത്തിലുള്ള പൂക്കൾ ഭഗവാന് സമർപ്പിക്കുന്നതും വളരെ വളരെ ശ്രേഷ്ഠമാണ്. നാരങ്ങാമാല സമർപ്പിക്കാം. നമ്മുടെ ഇഷ്ടം യഥാശക്തി നമ്മളെ കൊണ്ട് പറ്റുന്ന വഴിപാടുകൾ ഭഗവാനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് സ്കന്ദഷഷ്ടിയുമായി ബന്ധപ്പെട്ട് അറിയാനുള്ളത്. നേരത്തെ പറഞ്ഞത് വ്രതം അനുഷ്ഠിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പ്രാർത്ഥന തുടങ്ങാൻ സാധിക്കുന്നുണ്ടെങ്കിൽ 7-ാം തീയതി മുതൽ ഒരു നിഷ്ഠയോടുകൂടി പ്രാർത്ഥിക്കുക. അതിനു വേണ്ടിയിട്ടാണ് നേരത്തെ പറഞ്ഞത്. നമുക്ക് എന്തായാലും കഴിഞ്ഞ വർഷത്തെ പോലെ സ്കന്ദപുരാണത്തിലെ കഥകൾ പറയാം. അതായത് ഭഗവാന്റെ അവതാരം മുതൽ ഭഗവാന്റെ തിരുക്കല്യാണം വരെയുള്ള ആ ഭാഗങ്ങൾ. അത് എന്നു മുതൽ തുടങ്ങണം എന്ന് നിങ്ങൾ പറഞ്ഞുകൊള്ളുക. 7-ാം തീയതി മുതൽ തുടങ്ങണമെങ്കിൽ നമുക്ക് വളരെ വിശദമായി 7-ാം തീയതി മുതൽ കുറേശ്ശെ പറഞ്ഞ് 21 ദിവസം കൊണ്ട് തീർക്കാം. അതെല്ലാം ഓടിച്ച് ഒന്ന് ചുരുക്കത്തിൽ പറഞ്ഞാൽ മതിയെങ്കിൽ നമുക്ക് ആ 7 ദിവസം കൊണ്ട് പറഞ്ഞു തീർക്കാം. നിങ്ങൾക്ക് എങ്ങനെയാണ് വേണ്ടത് എന്നുള്ള കാര്യം നിങ്ങൾ കമന്റ് ഇടുക. നിങ്ങളുടെ കമന്റിലൂടെയാണ് നിങ്ങളുടെ അഭിപ്രായം എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യണം. ലൈക്ക് ചെയ്യുമ്പോൾ ഒരു 1000 പേര് വീഡിയോ കണ്ടു, ആ 500 പേരെങ്കിലും അത് ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ 500 പേർക്ക് ഞാൻ പറഞ്ഞത് ഇഷ്ടപ്പെട്ടു എന്നെനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. കാരണം നമ്മൾ തമ്മിൽ നേരിട്ട് സംസാരിക്കുന്നില്ലല്ലോ. വീഡിയോയിലൂടെ ഞാൻ ഇങ്ങനെ പറയുന്നുണ്ട്, നിങ്ങളത് കേൾക്കുന്നുണ്ട്, നിങ്ങൾക്ക് താല്പര്യമുണ്ടോ, ഇഷ്ടപ്പെടുന്നുണ്ടോ, എന്താണ് നിങ്ങളുടെ അഭിപ്രായം, ഇതൊന്നും എനിക്ക് അറിയാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങളൊന്ന് ലൈക്ക് ചെയ്താൽ മതി. ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഒരു ഉത്തരം അത് കമന്റിലൂടെ പറഞ്ഞാൽ മതി. ലൈക്ക് ചെയ്യുമ്പോൾ തന്നെ ഇത്ര പേർക്ക് ഇഷ്ടപ്പെട്ടു, ബാക്കി ആളുകൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് പറഞ്ഞത്. നിങ്ങൾ എന്തായാലും പ്രാർത്ഥിക്കണം. കാരണം ഈ കലിയുഗത്തിൽ അത് മാത്രമേ നമുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നമ്മളിന്ന് അനുഭവിക്കുന്ന സകല ദുരിതങ്ങൾക്കും കാരണം നമ്മുടെ കർമ്മദോഷങ്ങളാണ്. ചിലപ്പോൾ ഈ ജന്മത്തിൽ ചെയ്ത ദോഷങ്ങളാവില്ല, മുൻജന്മങ്ങളിൽ നമ്മൾ ചെയ്ത ദോഷങ്ങളുടെ ഫലങ്ങളും ഈ ജന്മത്തിൽ നമ്മൾ അനുഭവിക്കും. കാരണം ഭഗവത്ഗീത പഠിക്കുമ്പം നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നിങ്ങൾ ഭഗവത്ഗീതയുടെ ക്ലാസ്സുകൾ കേൾക്കാറുണ്ടോ? നിങ്ങൾക്ക് വീഡിയോ കിട്ടാറുണ്ടോ? ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് അഥവാ നോട്ടിഫിക്കേഷൻ വന്നില്ലെങ്കിൽ നിങ്ങൾ ചാനലിൽ കയറി ഒന്ന് നോക്കിക്കോളൂ. ഭഗവത്ഗീതയുടെ ക്ലാസ്സുകൾ ഞാൻ ഇടാറുണ്ട്. നിങ്ങളെല്ലാവരും അത് കേട്ട് മനസ്സിലാക്കണം. കാരണം ഈ കലിയുഗത്തിൽ ഇത് മാത്രമേ നമുക്ക് കൈമുതലായിട്ടുള്ളൂ. ബാക്കി ഒന്നും ശാശ്വതമല്ല. ഈശ്വരനോടുള്ള സ്നേഹം അത് മാത്രമേ സത്യമായിട്ടുള്ളൂ. അതുകൊണ്ട് എല്ലാവരും ഈശ്വരനെ സ്നേഹിക്കുക. നമ്മുടെ കൂടെ എപ്പോഴും സർവേശ്വരൻ ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുക. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക, നാമം ജപിക്കുക, പ്രാർത്ഥിക്കുക. ഹരേ കൃഷ്ണ.